Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ഇ.കെ. നായനാർ ദിനത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കല്യാശ്ശേരിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് ആളുകളാണ് ഇറാനിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന വന്യമൃഗരീതി ലോകത്ത് നടപ്പാക്കാനാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ശ്രമിക്കുന്നത് എന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന ഇ.കെ. നായനാരുടെ 22ാം ചരമവാർഷിക ദിനം ചൊവ്വാഴ്ച ആചരിച്ചു. പാർട്ടി ഓഫീസുകൾ അലങ്കരിച്ചും പ്രഭാതഭേരിയോടെ പതാക ഉയർത്തിയും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചാണ് ദിനാചരണം നടന്നത്. കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ രാവിലെ 8 മണിക്ക് CPIM നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. ഇ.കെ. നായനാർ ദിനത്തിൽ കല്യാശ്ശേരിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് ആളുകളാണ് ഇറാനിൽ കൊല ചെയ്യപ്പെട്ടത്. ആ കൊല ചെയ്യപ്പെട്ട കൂട്ടത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ സ്കൂളായിരുന്നു അത് മുഴുവനായി അമേരിക്ക നശിപ്പിച്ചു കളഞ്ഞു. ആ കുഞ്ഞുങ്ങളെ ഭീകരമായി കൊലപ്പെടുത്തി. അനേകായിരങ്ങളാണ് അവിടെ മാരകമായ പരിക്ക് പറ്റിക്കിടക്കുന്നത്. കനത്ത നാശനഷ്ടം ഇറാൻ ഏൽപ്പിച്ചിരിക്കുന്നു. എന്താണ് ഇതിനൊക്കെ അടിസ്ഥാനം? കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്ന വന്യമൃഗ രീതി ലോകത്ത് നടപ്പാക്കാനാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ശ്രമിച്ചത്. ഈ കാര്യത്തിൽ അമേരിക്ക ആഗ്രഹിക്കും വിധത്തിൽ എളുപ്പത്തിൽ തകർക്കാനും ഭസ്മീകരിക്കാനും കഴിയുന്ന ഒരു രാഷ്ട്രമല്ല ഇറാൻ എന്നവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവര് ലോകത്തിന്റെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയെ കനത്ത തോതിൽ പ്രയാസപ്പെടും വിധമുള്ള തിരിച്ചടികൾ നടത്തിയിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഇറാനിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. കനത്ത നാശനഷ്ടങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന വന്യമൃഗരീതി ലോകത്ത് നടപ്പാക്കാനാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ശ്രമിക്കുന്നത് എന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞു. പുതിയ പരിഷ്കാരങ്ങളും ഫലം കണ്ടില്ല. പയ്യന്നൂരിൽ ഗതാഗതക്കുരുക്ക് പഴയപടി തന്നെ. വരും ദിവസങ്ങളിൽ ദുരിതം ഇരട്ടിക്കാൻ സാധ്യത. പയ്യന്നൂർ നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ നഗരസഭ ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്ന് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയെങ്കിലും ഫലം 0. നഗരത്തിൽ ഇപ്പോഴും ഗതാഗതക്കുരുക്ക് പഴയപടി തന്നെ തുടരുകയാണ്. പുതിയ നിയമങ്ങൾ പല വാഹനങ്ങളും പാലിക്കാൻ തയ്യാറാകാത്തതാണ് പരിഷ്കാരങ്ങൾ പാളാൻ പ്രധാന കാരണം. ചില പ്രത്യേക സമയങ്ങളിലുണ്ടാകുന്ന അതിരൂക്ഷമായ ട്രാഫിക് ബ്ലോക്ക് നിയന്ത്രിക്കാൻ പോലീസുകാർ തന്നെ പാടുപെടുന്നുണ്ട്. നിലവിലെ ഈ ദുരവസ്ഥയ്ക്ക് പുറമെ വരും ദിവസങ്ങളിൽ നഗരത്തിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ.
നഗരത്തിലെ സിനിമാ തിയേറ്ററുകളിൽ വലിയ ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്ന ദിവസങ്ങളിൽ പയ്യന്നൂരിലെ ഗതാഗത തടസ്സം അതിൻ്റെ മൂർധന്യത്തിലെത്താറുണ്ട്. മെയ് 21-ന് പുതിയ സിനിമ റിലീസ് ചെയ്യുന്നതോടെ ദേശീയപാതയിലും പയ്യന്നൂർ നഗരത്തിലും വൻ വാഹനത്തിരക്കും തടസ്സവും അനുഭവപ്പെടാൻ സാധ്യതയേറെയാണ്. ഇതിനു പുറമെ വിദ്യാലയങ്ങൾ തുറക്കാനായതോടെ സ്കൂൾ മാർക്കറ്റിലേക്ക് എത്തുന്ന ജനങ്ങളുടെ തിരക്കും വാഹനങ്ങളുടെ ബാഹുല്യവും വരും ദിവസങ്ങളിൽ നഗരത്തെ കൂടുതൽ ശ്വാസം മുട്ടിക്കും. ജനജീവിതം ദുസ്സഹമാക്കുന്ന ഈ ട്രാഫിക് കുരുക്കഴിക്കാൻ നഗരസഭയും ട്രാഫിക് കമ്മിറ്റിയും പോലീസും ഇനി എന്തടിയന്തര നടപടികളാണ് സ്വീകരിക്കുകയെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിയമം ലംഘിക്കുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും തിരക്കുള്ള സമയങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മഴക്കാലമായാൽ തീരാ ദുരിതത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു നാട്. രോഗികളുമായി പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ആലക്കാട് ഫാറൂഖ് നഗർ ചൊവ്വേരിക്കുന്ന് റോഡിലാണ് ഈ ദുരിതം. 1 കിലോമീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുള്ള ഈ റോഡ് ഫണ്ട് അനുവദിച്ചിട്ടും ചുവപ്പുനാടിയിൽ കുരുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു. ആലക്കാട് ഫാറൂഖ് നഗറിനെയും ചൊവ്വേരിക്കുന്നിനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡ് ഇന്ന് പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണ്. വലിയ കുഴികളും തകർന്ന റോഡുകളും കാരണം കാൽനടയാത്ര പോലും ദുസ്സഹമായ അവസ്ഥ. കഴിഞ്ഞ 2016-ൽ ഈ റോഡിന്റെ വികസനത്തിനായി 5,25,00,000 രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നതാണ്. എന്നാൽ പിന്നീട് വന്ന സർക്കാരുകൾ ഇതിന്മേൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. സാങ്കേതിക അനുമതി കൂടി ലഭിച്ചിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ റോഡിന്റെ ശാപമോക്ഷം സാധ്യമാകുമായിരുന്നു. അധികൃതരുടെ അനാസ്ഥ കാരണം പ്രഖ്യാപിക്കപ്പെട്ട കോടികളുടെ പദ്ധതി വെറും ഫയലുകളിൽ മാത്രമായി ഒതുങ്ങി. ഏറെ കാലം മുമ്പേ ഉള്ള നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പഴക്കമുള്ളൊരു റോഡാണ്. ഇതുവരെ അതിനൊന്നും ഒരു പുരോഗമനം വന്നിട്ടില്ല. പിന്നെ 2016 നമുക്ക് പാലവും റോഡൊക്കെ പാസ്സായി, ASN പാസ്സായി എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളൊരു പ്രതീക്ഷയിൽ നിന്നതാണ്. പിന്നെ ഒന്നും അതിനെ കുറിച്ചിട്ടൊന്നും കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ല. ഇപ്പം എന്ന് വെച്ചാൽ സർക്കാരൊക്കെ മാറിയതുകൊണ്ട് ജനങ്ങളൊക്കെ റോഡും പാലമൊക്കെ കിട്ടുന്നില്ലൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ കുട്ടികളെ മദ്രസയിൽ അയക്കാൻ, അതുപോലെ പള്ളിയിൽ പോകാൻ, സ്കൂളിൽ പോകാൻ എല്ലാം ബുദ്ധിമുട്ടാണ്. ഈ നടപ്പാലുള്ളത് നമ്മുടെ പള്ളിയുടെ കമ്മിറ്റിയിലൊരു ട്രസ്റ്റിൻ്റെ വക ആക്കിയതാണ് ഈ നടപ്പാലം. അതിനെ കിട്ടിക്കൊണ്ട് നമുക്ക് നല്ല ഉപകാരമാണ്. ഇതിനിപ്പോൾ സർക്കാർ മാറിയത് കൊണ്ട് പാലും റോഡും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പണി ഇവിടെ സ്റ്റോപ്പ് ആക്കിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഞ്ചായത്തിൽ അന്വേഷിച്ചിരുന്നില്ലേ? അവരന്വേഷിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. എത്ര വർഷമായി ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? റോഡ് ഏതാണ്ട് നമുക്കെല്ലാം അറിയുന്നതിന് മുമ്പേ, നമ്മളെല്ലാം ചെറുതിലേ കാണുന്ന റോഡാണ്. മുമ്പ് കാലത്തേ ഉള്ള പഴയ ആൾക്കാരാണ്. നമ്മൾ ഉമ്മയൊക്കെ പറയുന്ന ഈ റോഡ് മുൻപേ ഉള്ളതാണ്. പണ്ട് കാലത്തെ വാനൊക്കെ പോകുന്നത് ഇതിലേ കൂടിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ അന്നേരം ഇതിപ്പോൾ പകുതി മാത്രമേ ഈ ഒരു കോൺക്രീറ്റ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിന് അതുപോലെ മുകളിൽ കുറച്ച് താരങ്ങ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് വർഷമായി, 4 വർഷം 5 വർഷമായിട്ടായി. അതിപ്പം പൊട്ടിപ്പൊളിഞ്ഞു. ഇപ്പം ഇത് കഴിഞ്ഞ വർഷമാണ് ഇവിടെ ഇത്ര വരെ കോൺക്രീറ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം റോഡിന്റെ അവസ്ഥ അതീവ ഗുരുതരമായപ്പോൾ KMCC പ്രവർത്തകർ ഇടപെട്ടാണ് താൽക്കാലികമായി ഈ കുഴികളടച്ച് ഗതാഗത യോഗ്യമാക്കിയത്. മഴക്കാലമായാൽ ഏറെ ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. രോഗികളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ കൂടിയും അത്രയും ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ളവർ അനുഭവിക്കുന്നത്. പുതിയ സർക്കാർ വന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. ഉടൻ തന്നെ ഈ റോഡ് ശരിയാകുമെന്നും അവർ വിചാരിക്കുന്നുണ്ട്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. മുതിർന്നവർ കണ്ണടച്ചപ്പോൾ ഒരു നാടിന്റെ ദുരിതത്തിന് പരിഹാരവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഒരു പറ്റം കൊച്ചുകുട്ടികൾ. ദിവസേന നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന ആലക്കാട് ഫാറൂഖ് നഗറിലെ ചെളി നിറഞ്ഞ നടപ്പാതയാണ് കുട്ടിക്കൂട്ടം മണിക്കൂറുകൾക്കുള്ളിൽ ഗതാഗതയോഗ്യമാക്കിയത്. ഈ ഒരു നടവഴി കണ്ടോ? ഇത് ആലക്കാട് ഫാറൂഖ് നഗറിലുള്ള ഒരു നടവഴിയാണ്. ഇന്ന് ഈ കാണുന്ന അവസ്ഥയല്ലായിരുന്നു ഇന്നലെ വരെ ഈ ഒരു നടവഴിയുടെ അവസ്ഥ. ഈ കാണുന്ന കുട്ടിക്കൂട്ടം അതിമനോഹരമാക്കിയ ഒരു റോഡാണിത്. യാത്രക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്ത അത്രയും ദുസ്സഹമായ അവസ്ഥയിലാണ് ഈ ഒരു റോഡ് ഉണ്ടായിരുന്നത്. ആ റോഡിനെ ബാക്കി വന്ന ജില്ലിയും എല്ലാം ഉപയോഗിച്ച് ഇത്ര മനോഹരമാക്കിയത് ഈ ഒരു കുട്ടിക്കൂട്ടമാണ്. ഒരു ഐഡിയ തോന്നിയത്? ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ജില്ലിയും അതൊക്കെ എവിടുന്ന കിട്ടിയത്? താറിടുമ്പോ ബാക്കിയുണ്ടായ ജില്ലി.
ഓക്കെ, നിങ്ങൾ കളിക്കാൻ വരുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഈ ഒരു നടവഴിയുടെ അവസ്ഥ കണ്ടത്? എന്തെങ്കിലും മുന്നേ അപകടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു നടവഴി? എങ്ങനെയായിരുന്നു ഇതിന്റെ അവസ്ഥ? മഴക്കാലമായാൽ നിങ്ങൾ ഇതുവഴി സൈക്കിളൊക്കെ ഓടിക്കുന്നതായിരിക്കും അല്ലേ? ഇപ്പൊ നമ്മൾ വരുമ്പോൾ തന്നെ കണ്ടു നിങ്ങൾ ഒരുപാട് കുട്ടികൾ ഇവിടെ സൈക്കിൾ ഓടിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു പ്രയാസം തന്നെയായിരുന്നു അല്ലേ ഈ ഒരു വഴി? ചെളിയും വെള്ളവും കെട്ടിനിന്ന് കാൽനടയാത്ര പോലും അസാധ്യമായ അവസ്ഥയിലായിരുന്നു ദിവസങ്ങളായി ഈ നടപ്പാത. മുതിർന്നവർ ആരും തിരിഞ്ഞു നോക്കാതിരുന്നപ്പോഴാണ് തങ്ങളുടെ വേനലവധി ആഘോഷങ്ങൾ മാറ്റിവെച്ച് ഈ കുരുന്നുകൾ സേവന മനസ്സോടെ മുന്നിട്ടിറങ്ങിയത്. സ്വന്തം വീടുകളിൽ നിന്ന് പണിയായുധങ്ങളുമായി എത്തിയ കുട്ടികൾ റോഡ് പണിയിൽ ബാക്കി വന്ന ജില്ലിക്കല്ലുകൾ ഉപയോഗിച്ച് കുഴികൾ മൂടുകയും ചെളി നിറഞ്ഞ ഭാഗങ്ങൾ പൂർണ്ണമായും വൃത്തിയാക്കുകയുമായിരുന്നു. മുബഷീർ, ഷമീം, ആദിൽ, സലാഹ്, റഹാൻ തുടങ്ങിയ കുട്ടികളുടെ നേതൃത്വത്തിലാണ് ഈ മാതൃകാപരമായ സന്നദ്ധ സേവനം നടന്നത്. കുട്ടികളുടെ ഈ ആത്മാർത്ഥമായ പ്രവർത്തനം കണ്ട ഒരു വഴിയാത്രക്കാരൻ മൊബൈലിൽ പകർത്തിയ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. വലിയവർ കയ്യും കെട്ടി നോക്കി നിന്നപ്പോൾ ഒന്നും നോക്കാതെ നാടിനായി കൈകോർത്ത ഈ കുരുന്നുകൾക്ക് സോഷ്യൽ മീഡിയയിലും നാട്ടിലും ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. ഇന്നത്തെ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതാണ് എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്നാൽ അതല്ല, അതിനൊരു മാറ്റമായിട്ടാണ് ഈ കുട്ടികൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ വൈറൽ താരങ്ങൾ കൂടിയാണ് ഈ ഒരു കുട്ടിക്കൂട്ടം. ക്യാമറമാൻ പ്രണവ് പെരുമാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജീവനക്കാരെ നിലവിലെ മാനദണ്ഡത്തിന് വിരുദ്ധമായി സീറ്റുകളിലും മറ്റും മാറ്റിയതിൽ പ്രതിഷേധിച്ച NGO യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധം തുടരുന്നു. ഉത്തരവ് പിൻവലിക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന് സംഘടന അറിയിച്ചു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജീവനക്കാരെ നിലവിലെ മാനദണ്ഡത്തിന് വിരുദ്ധമായി സീറ്റുകളിലും മറ്റും മാറ്റിയതിൽ പ്രതിഷേധിച്ച് NGO യൂണിയൻ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധം തുടരുന്നു. മെഡിക്കൽ കോളേജിൽ നേരത്തെ സീറ്റ് മാറ്റവും മറ്റും നടന്നിട്ടുള്ളത് നിലവിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്. എന്നാൽ ഒരു മാനദണ്ഡവും ആലോചിക്കാതെ ഓഫീസ് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി NGO അസോസിയേഷൻ നേതാക്കന്മാർ തയ്യാറാക്കിയ ഉത്തരവിൽ വൈസ് പ്രിൻസിപ്പൽ ഷീബ ദാമോദർ ഒപ്പുവയ്ക്കുകയായിരുന്നു. ഈ നടപടിക്കെതിരെയാണ് NGO യൂണിയൻ ശക്തമായ നിലയിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉത്തരവ് പിൻവലിക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന് സംഘടന അറിയിച്ചു. പ്രതിഷേധ സമരം കേരള NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PR സ്മിത ഉദ്ഘാടനം ചെയ്തു. VP രജനീഷ്, T പ്രകാശൻ, സിബ ബാലൻ, PR ജിജേഷ് എന്നിവർ സംസാരിച്ചു. PV സന്തോഷ് കുമാർ, രമ്യ MV, TV സന്തോഷ് കുമാർ, K ജയേഷ്, സുധ AV തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഇതുവരെയായിട്ടും മെഡിക്കൽ കോളേജ് അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തത് ജീവനക്കാർക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പഴയങ്ങാടി മാട്ടൂരിൽ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ഒരുക്കിയ പരിസ്ഥിതി സൗഹൃദ വിശ്രമ കേന്ദ്രം ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നു. 4 പതിറ്റാണ്ട് മുൻപ് പ്രദേശത്തെ ചെറുപ്പക്കാർ നിർമ്മിച്ച ഈ പച്ചക്കൂടാരം ഇന്ന് റീൽസുകാരുടെ പ്രധാന ഷൂട്ടിംഗ് കേന്ദ്രം കൂടിയാണ്. പാതയോരത്ത് പ്രകൃതിയുടെ പച്ചക്കൂടാരം ഏവരെയും ആകർഷിക്കുന്നതാണ്. മനോഹരമായ ഒരു പച്ചക്കുട നിവർത്തി വെച്ചതുപോലെ വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ യുവാക്കൾ നിർമ്മിച്ച ഈ കൂടാരം ഇപ്പോഴും നാട്ടുകാർ സംരക്ഷിച്ച് പോരുന്നു. ഒഴിവു സമയങ്ങളിൽ സമയം ചിലവഴിക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. കൊടും ചൂടിൽ ഇവിടെ എത്തുമ്പോൾ മനസ്സിനും ശരീരത്തിനും കുളിർമയേകും. സാൻക്യൂ യൂത്തിന്റെ നേതൃത്വത്തിലാണ് ഒരു കാലത്ത് പരിപാലിച്ചു പോകുന്നത്. പച്ചക്കൂടാരത്തിന് താഴെ ടൈൽ പാകിയ ഇരിപ്പിടവുമുണ്ട്. ഈ മനോഹര കാഴ്ച ഏവരെയും ആകർഷിക്കുന്നതാണ്. 10-15 കൊല്ലമായിട്ട് ഏകദേശം 105-103 ഉണ്ടായതാണ് ഉണ്ടാക്കിയതാണ്. ഇപ്പം വർഷങ്ങളായി. പിന്നെ അതിലൊരു റിപ്പയറിങ് നടന്നു തന്നെ എടുക്ക്. പക്ഷെ അതിപ്പം മഴക്ക് നശിച്ച് നല്ല കൂളാണ് ഇവിടെ എപ്പോഴും. ഇതിൻ്റെ പ്രത്യേകത ഇവിടെ എല്ലാം എഴുന്നേൽക്കാൻ തോന്നില്ല. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇവർ നൽകുന്നത്. പിന്നെ നല്ല ചൂട് സമയത്ത് നല്ല സുഖം അതിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുക, ഇരിക്കുക. പിന്നെ നല്ല വിശ്രമ ഒരു കേന്ദ്രമാണ്.
അവിടെ ഇരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്, ഒരു പ്രത്യേക ആനന്ദമാണ്. ഇത്തരത്തിൽ നമ്മുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എല്ലാം ഇതുപോലെ ഹരിതാഭമായാൽ കാർബൺ ന്യൂട്രൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിക്കും. മാട്ടൂലിലെ ഈ മാതൃക മറ്റിടങ്ങളിലും വ്യാപിപ്പിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പിലിക്കോട് പഞ്ചായത്തിലെ എരവിലിൽ ശക്തമായ കാറ്റിൽ വൻ കൃഷിനാശം. യുവകർഷകയുടെ കൃഷിത്തോട്ടത്തിൽ നശിച്ചത് നിറയെ കായ്ച്ച കമുകുകളും തെങ്ങുകളും കുരുമുളകും ഉൾപ്പെടെ 1.5 ലക്ഷം രൂപയുടെ കൃഷി. വീശിയടിച്ച കാറ്റിലും മഴയിലും പിലിക്കോട് എരവിൽ അങ്കണവാടിക്കടുത്തുള്ള NP നിഷയുടെ കൃഷിത്തോട്ടം പാടെ നശിച്ചു. 40-ലധികം കവുങ്ങുകൾ, നിരവധി കുരുമുളക് ചെടികൾ, നേന്ത്രവാഴകൾ, ജാതിക്ക, തേക്ക്, പ്ലാവ്, മാവ്, തെങ്ങുകൾ തുടങ്ങി 1 ഏക്കറോളം സ്ഥലത്തെ കൃഷി പൂർണ്ണമായും നശിച്ചു. പിലിക്കോട് കൃഷിഭവൻ അധികൃതർ കൃഷിയിടം സന്ദർശിച്ചു. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് നിഷയുടെ കൃഷിത്തോട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. വൈകുന്നേരം ഉണ്ടായ കാറ്റിൽ നമ്മളെ കൃഷി അപ്പാടെ നശിച്ചു പോയി. എന്നുവെച്ചാൽ നമ്മൾക്കൊരു 40 കഴുങ്ങെല്ലാം കായ്ച്ചെടുക്കുന്ന കഴുങ്ങായിരുന്നു. അതുപോലെ കുരുമുളക്, ഒരു 10-15 കുരുമുളക് വള്ളി, പിന്നെ തെങ്ങെല്ലാം കടപുഴകി വീണ പോലെ തന്നെ ആയി. ജാതിക്കനെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടായിരുന്നു. പ്ലാവ്, മാവ്, വാഴ ഒട്ടുമിക്ക വാഴയും പോയി. നേന്ത്രവാഴ ഉണ്ടായിരുന്നു, എല്ലാം പോയിട്ടുള്ളത്. 10 വർഷത്തിലധികമായി വിവിധ വിളകൾ കൃഷി ചെയ്തു വരുന്നുണ്ട് ഈ യുവ കർഷക. ഇവയ്ക്കൊപ്പം വീട്ടുവളപ്പിൽ കോഴി വളർത്തലും നടത്തി വരുന്നുണ്ട്. കർഷകയ്ക്കുണ്ടായ നഷ്ടം പ്രകൃതി ദുരന്തത്തിൽ ഉൾപ്പെടുത്തി സഹായധനം നൽകണമെന്ന ആവശ്യം കർഷകരിൽ നിന്നുയർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തെരുവ് നായ കേസിൽ മൃഗസ്നേഹികളുടെ അപേക്ഷ തള്ളി സുപ്രീം കോടതി. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും എയർപോർട്ടുകളിൽ നിന്നടക്കം നായ്ക്കളെ മാറ്റണമെന്നും കോടതി നിർദ്ദേശിച്ചു. പൊതുയിടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കണമെന്ന ഉത്തരവിനെതിരായ മൃഗസ്നേഹികളുടെ അപേക്ഷ തള്ളി സുപ്രീം കോടതി. മുൻ ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്നും നിർദ്ദേശിച്ചു. AWBI പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമത്തെ ചോദ്യം ചെയ്തുള്ള അപേക്ഷയാണ് കോടതി തള്ളിയത്. 3 ഭാഗങ്ങളായാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും എയർപോർട്ടുകളിൽ നിന്നടക്കം നായ്ക്കളെ മാറ്റണമെന്നും കോടതി നിർദ്ദേശിച്ചു. കുട്ടികൾക്ക് നേരെയുള്ള തെരുവുനായ ആക്രമണങ്ങളെ അതീവ ഗൗരവത്തോടെ കാണുന്നുവെന്ന് പറഞ്ഞ കോടതി രാജ്യത്തെ തെരുവുനായ ആക്രമണങ്ങളുടെ കണക്ക് നിരത്തുകയും ചെയ്തു. ജില്ലാ തലത്തിൽ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്ന ഒരു ABC സെന്റർ വേണമെന്നും ആന്റി റാബിസ് വാക്സിൻ കർശനമായി ഉറപ്പാക്കണമെന്നും കോടതി വിധിയിൽ പറയുന്നു. തെരുവുനായ ശല്യം ഭീകരമായ അവസ്ഥയിലേക്ക് എത്തിയതിന് പൂർണ്ണ ഉത്തരവാദികൾ സംസ്ഥാന സർക്കാരുകളുടെ നിഷ്ക്രിയത്വമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ABC ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിലെ വീഴ്ച ഭീതിയുളവാക്കുന്ന സാഹചര്യത്തിന് ഇടയാക്കിയെന്നും ബന്ധപ്പെട്ട അധികാരികൾ നിർദ്ദേശം നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും കോടതി എടുത്തു പറഞ്ഞു. മനുഷ്യജീവന് ഭീഷണിയാകുന്ന നായ്ക്കളെ കൊലപ്പെടുത്താം. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നുണ്ടോ എന്ന് ഹൈക്കോടതി വിലയിരുത്തണമെന്നും ഇതിന് 2 അംഗ ബെഞ്ച് രൂപീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പണിതിട്ടും ഉദ്ഘാടനം ചെയ്യാതെ പുന്നക്കടവ് ബോട്ട് ജെട്ടി. പ്രകൃതിയുടെ സൗന്ദര്യ കാഴ്ചകളിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി രാമന്തളി പുന്നക്കടവിൽ ആരംഭിച്ച ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് നാളുകൾ ഏറെയായെങ്കിലും ബോട്ട് ജെട്ടി ഇപ്പോഴും നോക്കുകുത്തിയായി തുടരുകയാണ്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ 1.7 കോടി രൂപ ചിലവിട്ട് 2018 നിർമ്മാണം തുടങ്ങിയത്. 31.5 മീറ്റർ നീളവും 4.20 മീറ്റർ വീതിയിലുമാണ് ബോട്ട് ജെട്ടി നിർമ്മിച്ചത്. ബോട്ട് ജെട്ടിയും ഇതിലേക്ക് കരയിൽ നിന്നും 10 മീറ്ററോളം വഴിയും ഉൾപ്പെടുന്ന പദ്ധതിയാണ് രാമന്തളി പുന്നക്കടവ് പാലത്തിന് സമീപം ആഴമേറിയ സ്ഥലത്ത് പൂർത്തിയായത്. ഓടുമേഞ്ഞ മേൽക്കൂരയും കമനീയമായ അലങ്കാരങ്ങളും സ്റ്റീൽ ഗ്രിൽസ് കൊണ്ടുള്ള സംരക്ഷണവും സൗരോർജ ദീപങ്ങളും കരിങ്കല്ലിൽ തീർത്ത ഇരിപ്പിടങ്ങളും ഉൾപ്പെടുന്ന പദ്ധതി ടൂറിസം മേഖലയിലെ അനന്തമായ സാധ്യതകളിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ഉൾനാടൻ ജലഗതാഗതത്തിന്റെ പശ്ചാത്തല സൗകര്യമായി വിഭാവനം ചെയ്യുന്ന ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും വർഷങ്ങൾക്ക് മുൻപേ നിലച്ചുപോയ ബോട്ട് സർവീസ് ഇതുവരെ പുനരാരംഭിക്കാൻ കഴിയാത്തതിനാൽ ബോട്ട് ജെട്ടി ഇപ്പോഴും നോക്കുകുത്തിയായി തുടരുകയാണ്. കവ്വായി കായലിന്റെ വിശാലതയും കണ്ടൽ സമൃദ്ധിയും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വയലേലകളും ചരിത്രമുറങ്ങുന്ന ഏഴിമലയുടെ സൗന്ദര്യവും കാണികൾക്ക് കൺകുളിർക്കെ കാണാൻ കഴിയുന്ന ഈ ജലപാതയ്ക്ക് ജീവൻ വയ്ക്കുന്നതും നോക്കിയുള്ള കാത്തിരിപ്പിലാണ് നാട്ടുകാർ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമത്. 100-ൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച സംസ്ഥാനത്തെ ഏക സർക്കാർ വിദ്യാലയമായി കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറി. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് ഒന്നാമതായി കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിലെ 115 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചത്. 100-ൽ കൂടുതൽ പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച സംസ്ഥാനത്തെ ഏക സർക്കാർ വിദ്യാലയം കൂടിയാണിത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടുന്ന പൊതുവിദ്യാലയ വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം വെച്ച് സംസ്ഥാനത്ത് 5ാം സ്ഥാനത്തുമാണ് കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 27 പേർക്ക് ഒന്നൊഴികെ എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ചു. സ്കൂളിൽ പരീക്ഷ എഴുതിയ 395 വിദ്യാർത്ഥികളിൽ മുഴുവൻ പേരും വിജയിച്ചു. PTA, SMC കമ്മിറ്റികളുടെ അകമഴിഞ്ഞ പിന്തുണയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കൂട്ടായ പരിശ്രമവുമാണ് തിളക്കമേറിയ വിജയത്തിന് പിന്നിലെന്ന പ്രധാന അധ്യാപകൻ M. ലക്ഷ്മണൻ പറഞ്ഞു. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അപൂർവമായ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന തലത്തിൽ മുഴുവൻ A+ നേടിയ കുട്ടികളുടെ എണ്ണത്തിൽ ഗണ്യമായ ഇടിവുണ്ടായിട്ടും ഏകദേശം പകുതിയോളം കുറഞ്ഞിട്ടും കരിവെള്ളൂരിലെ കുട്ടികൾ വളരെ മികച്ച പ്രകടനമാണ് ഈ കാര്യത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇവിടെ ആകെ പരീക്ഷ എഴുതിയ 395 കുട്ടികളിൽ 115 കുട്ടികളും മുഴുവൻ വിഷയങ്ങളിലും A+ ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും സ്കൂൾ മുൻപന്തിയിൽ തന്നെയാണ്. എയർ കണ്ടീഷൻ ചെയ്ത ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഈ സർക്കാർ സ്കൂളിലുള്ളത്. കലാപ്രവർത്തനങ്ങളിലും ഉജ്ജ്വല നേട്ടങ്ങൾ സ്വായത്തമാക്കിയിട്ടുണ്ട്. തൃശൂരിൽ നടന്ന കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്കൂളിൽ നിന്ന് പങ്കെടുത്ത 58 വിദ്യാർത്ഥികളിൽ മുഴുവൻ പേരും A ഗ്രേഡ് നേടി. K. പ്രസാദ് PTA പ്രസിഡന്റും TV രാജൻ SMC ചെയർമാനുമാണ്. SSLC പരീക്ഷയ്ക്കിടെ മരണപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥി അൻവിത് നേട്ടങ്ങൾക്കിടയിലും ഇവരുടെ വേദനയായി മാറി. 5 പരീക്ഷ എഴുതിയ ഈ വിദ്യാർത്ഥിക്ക് 4 വിഷയങ്ങളിലും A+ഉം 1 വിഷയത്തിൽ A ഗ്രേഡും ലഭിച്ചിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂരിൽ സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ വാർഷിക ജനറൽ ബോഡി യോഗവും തൊഴിലാളികൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും നടന്നു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന പരിപാടി ചന്തേര പ്രിൻസിപ്പൽ SA ജിയോ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിനെ രാപകൽ വ്യത്യാസമില്ലാതെ കുരുക്കിലാക്കുന്ന ബീരിച്ചേരി വെള്ളാപ്പ റോഡ് റെയിൽവേ ഗേറ്റുകളിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ വാർഷിക ജനറൽ ബോഡി യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന യോഗം ചന്തേര SA ജിയോ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. TV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. E. സിദ്ദുലാൽ പ്രവർത്തന റിപ്പോർട്ടും PV ജയദേവൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. PA റഹ്മാൻ, T. രാമൻ, MB വിജീഷ്, N. ഷംസീർ, വിനോദ് നാൽപ്പാടി എന്നിവർ സംസാരിച്ചു. ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണവും നടന്നു. കോർഡിനേഷനിൽ പുതിയതായി അംഗത്വം നൽകിയ 50 ഡ്രൈവർമാർക്ക് തിരിച്ചറിയൽ കാർഡ് ഉദ്ഘാടകനായ SI ജിയോ സദാനന്ദൻ വിതരണം ചെയ്തു. ഇതോടെ തൃക്കരിപ്പൂർ ടൗണിൽ 321 അംഗങ്ങൾക്ക് കോർഡിനേഷൻ കമ്മിറ്റിയുടെ പാർക്കിംഗ് നമ്പർ ലഭിച്ചു. TV കുഞ്ഞികൃഷ്ണൻ ചെയർമാനും N. ഷംസീർ വൈസ് ചെയർമാനും സിദ്ദുലാൽ IT കൺവീനറും K. മഹമ്മൂദ് ജോയിന്റ് കൺവീനറും PV ജയദേവൻ ട്രഷററുമായി 20 അംഗ കോർഡിനേഷൻ പ്രവർത്തക സമിതി രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഒരാഴ്ച കൊണ്ട് സബ്സിഡി വളങ്ങൾക്ക് വർദ്ധിച്ചത് 725 രൂപയാണ്. വളങ്ങൾക്ക് വില വർദ്ധിച്ചത് കൃഷിയെ വലിയ തോതിലായിരിക്കും ബാധിക്കുക. ഇതോടെ കർഷകർ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് സബ്സിഡി വളങ്ങൾക്ക് വർദ്ധിച്ചത് 725 രൂപയാണ്. വളങ്ങൾക്ക് വില വർദ്ധിച്ചത് കൃഷിയെ വലിയ തോതിലായിരിക്കും ബാധിക്കുക. ഇതോടെ കർഷകർ വലിയ പ്രതിസന്ധിയിലുമായി. നെൽകൃഷിയെയാണ് ഇത് വലിയ തോതിൽ ബാധിക്കുക. ഒപ്പം റബ്ബറിനും മറ്റ് കാർഷിക വിളകൾക്കും വളമിടുന്ന സമയം കൂടിയാണിത്. ഫാക്ടം ഫോസ്, പൊട്ടാഷ്, യൂറിയ എന്നിങ്ങനെയുള്ള വളങ്ങൾക്കാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. 1425 രൂപ വിലയുണ്ടായിരുന്ന ഫാക്ടം ഫോസിന് 2100 രൂപയായി. 1975 രൂപ വിലയുണ്ടായിരുന്ന പൊട്ടാഷിന് 2050 രൂപയാണ് ഇപ്പോൾ വില. ഇനിയും വില ഉയരുമെന്ന ആശങ്കയാണുള്ളത്. നമ്മുടെ നാട്ടിൽ നെൽകൃഷി ഒന്നാം വിള ആരംഭിക്കേണ്ട കാലഘട്ടമാണ് ഇപ്പോൾ. അതുപോലെ തെങ്ങ്, മറ്റ്
കൃഷികൾ നടത്തുന്ന ഈ അവസരത്തിൽ ഈ രാസവളങ്ങളുടെ വില ഭയങ്കരമായി വർദ്ധിപ്പിച്ച ഈ ഒരു കേന്ദ്ര ഗവൺമെൻറ് നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധം ആദ്യമായി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ നാട്ടിൽ മറ്റു പല കൃഷികളും നടത്തുന്ന കൃഷിക്കാർക്ക് അനുകൂലമായ നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നത് ഒരു പ്രതിഷേധം തന്നെയാണ്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യമാണ് വിലവർദ്ധനവിന് പിന്നിൽ. വളം നിർമ്മാണത്തിനുപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഹോർമൂസ് കടലിടുക്ക് വഴി കൊണ്ടുവരാൻ സാധിക്കാത്തതാണ് വിലവർദ്ധനവിന് പിന്നിലെ കാരണം. യുദ്ധം നീണ്ടുപോയാൽ വളം വില ഇനിയും വർദ്ധിച്ചേക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വ്യാപാരികളുടെ കഷ്ടതകൾ ഒഴിവാക്കാൻ വാടക നിയന്ത്രണ നിയമം കേരളത്തിൽ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ആവശ്യപ്പെട്ടു. നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വാടക നിയന്ത്രണ നിയമം കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 25 വർഷമായി സമരം ചെയ്യുന്നത്. സമരമുഖത്താണ് ഇപ്പോഴും സമരമുഖത്ത്. എന്താണ് നമ്മൾ സമരം ചെയ്യുന്നത്? ന്യായമായ വാടക കെട്ടിടോടമൊക്കെ ലഭിക്കണം. വാടകക്കാരനും കെട്ടിടോടമൊക്കെ തുല്യ നീതി ലഭിക്കത്തക്ക രീതിയിൽ കേരളത്തിലൊരു വാടക നിയമം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി സമരം ചെയ്തു. ഇതുവരെ നിയമം വന്നില്ല. 2015 ഈ സർക്കാർ, അതിനു മുമ്പിലുള്ള സർക്കാർ വന്നപ്പോഴേ നമ്മുടെ ജില്ലയിലെ ഈ ചന്ദ്രശേഖരനായ റവന്യൂ മന്ത്രി അദ്ദേഹത്തെ ഞങ്ങൾ ക്യാബിനറ്റിൽ പോയി കണ്ടു. വ്യത്യസ്തമായ പ്രശ്നങ്ങൾ നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് വ്യാപാര മേഖല കടന്നുപോകുന്നതെന്നും പുതിയതായി അധികാരത്തിലെത്തിയ സർക്കാരിൽ വ്യാപാരികൾ വലിയ പ്രതീക്ഷയാണുള്ളതെന്നും അഹമ്മദ് ഷെരീഫ് പറഞ്ഞു. ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുഗൾ റഷീദ്, ട്രഷറർ EV ദിനേശൻ, ജില്ലാ ജനറൽ സെക്രട്ടറി KJ സച്ചി, വൈസ് പ്രസിഡന്റ് PP മുസ്തഫ, സെക്രട്ടറി KV ദാമോദരൻ, ചെറുവത്തൂർ മേഖലാ കൺവീനർ ഗിരീഷ് ചീമേനി, ഉദനൂർ യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. CH അബ്ദുൾ റഹീം പ്രസിഡന്റും മുഗൾ റഷീദ് സെക്രട്ടറിയുമായി 42 അംഗ പ്രവർത്തക സമിതി രൂപീകരിച്ചു. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളെ മർച്ചന്റ് യൂത്ത് വിങ്ങും വനിതാ വിങ്ങും അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭ ADSന്റെ ആഭിമുഖ്യത്തിൽ വെള്ളൂർ ചന്ദൻ മെമ്മോറിയൽ ALP സ്കൂളിൽ പൊതുസഭ സംഘടിപ്പിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. സീമ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ ADSന്റെ ആഭിമുഖ്യത്തിൽ വെള്ളൂർ ചന്ദൻ മെമ്മോറിയൽ ALP സ്കൂളിൽ പൊതുസഭ സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. സീമ ടീച്ചർ നിർവഹിച്ചു. ചടങ്ങിൽ കൗൺസിലർ C. ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. MEC P. ലീല മുഖ്യാതിഥിയായി. CDS ചെയർപേഴ്സൺ പുഷ്പ VV, കവിത KV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കേരള പൂരക്കളി കല അസോസിയേഷൻ കരിവെള്ളൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദര സമ്മേളനം, അനുസ്മരണം, പുസ്തക പ്രകാശനം എന്നിവ സംഘടിപ്പിച്ചു. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് ദാമോദര പണിക്കർ ഉദ്ഘാടനം ചെയ്തു. കേരള പൂരക്കളി കലാ അസോസിയേഷൻ കരിവെള്ളൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യശശരീരനായ പണ്ഡിതരത്നം കുണിയൻ VP ദാമോദരൻ പണിക്കരുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ആദര സമ്മേളനവും പുസ്തക പ്രകാശനവും നടത്തി. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് P. ദാമോദരൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പൂരക്കളി കലാ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മടിക്കൈ ഗോപാലകൃഷ്ണൻ പണിക്കർ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് VK അനിൽകുമാർ കുണിയൻ VP ദാമോദരൻ പണിക്കരെ കുറിച്ച് എഴുതി കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ച 18ാമത്തെ നിറം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കാഞ്ഞങ്ങാട് ദാമോദരൻ പണിക്കർ നടത്തി. സന്തോഷ് പണിക്കർ മണിയറ പുസ്തകം ഏറ്റുവാങ്ങി. റിട്ടയർഡ് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ M. ബാലൻ പുസ്തക പരിചയം നടത്തി. ഡോക്ടർ CK നാരായണൻ പണിക്കർ ആദരഭാഷണം നടത്തി. മണിയറ ചന്ദ്രൻ, കൃഷ്ണകുമാർ കൊഴുമൽ, ഷിജിൻ കുണിയൻ, കീനേരി ബാലകൃഷ്ണൻ സമുദായി, രാജീവൻ പണിക്കർ കൊയോങ്കര, K. സജീവൻ, ശശികുമാർ തളിപ്പറമ്പ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഷിജിൻ കുണിയൻ അഭ്യസിപ്പിച്ച കുട്ടികളുടെ പൂരക്കളി അരങ്ങേറ്റം, ഗ്രാമം പ്രതിഭ മഹാദേവ ഗ്രാമം പയ്യന്നൂർ അവതരിപ്പിച്ച കോൽക്കളി എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പെരിങ്ങോം RTC
CRPF മോണ്ടിസോറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഹെഡ്മിസ്റ്റേഴ്സ് കം ടീച്ചേഴ്സ് ആയ തസ്തികകളിലേക്ക് വാക്ക്-ഇൻ ഇന്റർവ്യൂ നടത്തപ്പെടുന്നു. താൽപ്പര്യമുള്ളവർ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളുമായി 2026 മെയ് മാസം 26 രാവിലെ 9:30 ഹാജരാകണം. മോണ്ടിസോറി നഴ്സറി പരിശീലനം നേടിയവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്കായി 0485 299504 എന്ന നമ്പറിലോ 7306204042 എന്ന നമ്പറിലോ 9634078238 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.